ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ എന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാമോ? പിന്നെന്താ, സെറ്റാക്കാം. ചിക്കന്റെ ബോൺലെസ് ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലോട്ട് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മുളക് പൊടി, ചിക്കൻ മസാല, ഒരു സ്ക്വീസ് ഓഫ് ലെമണും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മൾ കുത്തി വെച്ചിരുന്ന ചിക്കൻ പീസ് എടുത്തിട്ട് ഈ ഒരു മിക്സർ നമുക്ക് അതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കേടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം നമ്മൾ 3 മണിക്കൂറാണ് കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. ഇനി ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വൈറ്റ് സോസ് വേണം. അതിന് വേണ്ടിയിട്ട് 2 വേവിച്ച മുട്ടയുടെ വെള്ള, ക്രീം, ചീസ്, ഗാർലിക്, അതിന്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയും ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. 2 സൈഡും തിരിച്ചിരുന്ന സമയത്ത് എല്ലാ ഭാഗവും കുക്ക് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് എടുത്തിട്ട് നമ്മുടെ ഈ കുക്കായ ചിക്കന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി സാധനമായിരുന്നു. ക്രീമിയും എന്നാൽ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കാൻ പോലും പോയില്ല, അവിടെ നിന്നോണ്ട് തന്നെ പ്ലേറ്റ് ഫുള്ള് വടിച്ച് നക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്.